ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിനുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് പോവാണ്. കോന്നിയിലുള്ള ഗോൾഡൻ ബസാറിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. കോന്നിയിലേക്കും ഏറ്റവും ബെറ്റർ ഓഫർ നടക്കുന്നത് ഇപ്പം ഗോൾഡൻ ബസാറിലാണ്. അങ്ങനെ നമ്മൾ ആദ്യമേ പോയത് ബുക്കിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ഓഫറുകളായിരുന്നു ബുക്കിനൊക്കെ. ബുക്കിന് ഓഫർ ആണെന്ന് പറഞ്ഞ് പേജിനൊന്നും ഒരു ക്വാളിറ്റി കുറവും ഇല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ പൗച്ച് എടുത്തു, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കി കേട്ടോ. പെൻസിലിന്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് വന്നപ്പോൾ ഞാൻ കിളി പോയി നടക്കുമായിരുന്നു. എനിക്ക് അതുപോലെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷനും അതുപോലെ ഓഫറുകളും. ഓഫറാണെന്നും കരുതി ക്വാളിറ്റിക്ക് യാതൊരു കുറവും ഇല്ലെന്ന് ഞാൻ വീണ്ടും പറയുവാണ്. ഈ ഒരു കുഞ്ഞി പാത്രത്തിന് 30 രൂപയുള്ളെന്ന് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് ഫുഡ്വെയറിന്റെ കളക്ഷനിലോട്ടാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ചെരുപ്പൊക്കെ നോക്കി രണ്ടുപേരും ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പെടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ബാഗിന്റെ സെക്ഷനിലോട്ടാണ്. അവിടെ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബാഗുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പുക്കുട്ടൻ്റെ ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എടുത്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് റെയിൻകോട്ട് വാങ്ങിക്കാനാണ്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനമാണ് റെയിൻകോട്ട്. അപ്പോൾ ആ ചേട്ടൻ താണ്ട് അവന് റെയിൻകോട്ടൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ പർച്ചേസ് കഴിയുന്നത് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനെ കൊണ്ട് ഒരാൾ എപ്പോഴും ഇവിടുന്ന് കൂടെ കാണും. അങ്ങനെ ഞങ്ങൾക്ക് 2 പേരെ കിട്ടിയായിരുന്നു കേട്ടോ. ഒന്ന് മുമ്പ് കണ്ട ചേട്ടനും പിന്നെ രണ്ടാമതൊരു കുട്ടിയും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ആ കുട്ടി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാതെ കാണുന്നതാണ്. അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുവാണ്. ഇവിടെ ക്യൂ നിന്ന് വേണം കേട്ടോ സാധനങ്ങൾ ബില്ല് ചെയ്ത് വാങ്ങിക്കാനെ കൊണ്ട്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് വാങ്ങിച്ചു. തിരിച്ചിറങ്ങി നമ്മൾ. ഇവിടെ വരുന്ന വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനെ കൊണ്ട് ഇതിനകത്ത് തന്നെ സ്ഥലം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കവറേ ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.